ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഒരാൾക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കണ്ണൂർ ജില്ലയിലുള്ള ആളാണ്. സമ്പർക്കം മൂലമാണ് രോഗം വന്നത്. 7 പേർക്ക് പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായിട്ടുണ്ട്. കാസർഗോഡ് 4, കോഴിക്കോട് 2, കൊല്ലം 1. ഇതുവരെ 387 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 167 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് 97,464 പേരാണ്. 96,942 പേർ വീടുകളിലാണ്. 522 പേർ ആശുപത്രിയിലുമാണ്. ഇന്ന് മാത്രം 86 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 16,475 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 16,002 രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. രോഗബാധയുണ്ടായ 387 പേരിൽ 264 പേർ വിദേശത്ത് നിന്ന് വന്നവരാണ്. വിദേശത്തു നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നും വന്നവരാണ്. 8 പേര് വിദേശികളാണ്. സമ്പർക്കം മൂലം രോഗമുണ്ടായത് 114 പേർക്കാണ്. ആലപ്പുഴ 5, എറണാകുളം 21, ഇടുക്കി 10, കണ്ണൂർ 80, കാസർഗോഡ് 167, കൊല്ലം 9, കോട്ടയം 3, കോഴിക്കോട് 16, മലപ്പുറം 21, പാലക്കാട് 8, പത്തനംതിട്ട 17, തിരുവനന്തപുരം 14, തൃശ്ശൂർ 13, വയനാട് 3. ഇതാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ കണക്ക്. നമ്മുടെ രാജ്യത്ത് രോഗം ഭേദമായി തിരികെ പോകുന്നവരുടെ നിരക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. 218 പേർക്കാണ് ഇവിടെ രോഗം പൂർണ്ണമായും ഭേദമായത്. ലോക്ക്ഡൗൺ നീട്ടി പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. ചില മേഖലകളിൽ 20-ാം തീയതി മുതൽ ഇളവുകൾ അനുവദിക്കുമെന്നതും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏതൊക്കെ വിധത്തിലാണ് നടപ്പാക്കാനാവുക എന്നത് നാളെ ക്യാബിനറ്റ് ആലോചിക്കും. എന്നാൽ ഇന്ന് ഇളവുകൾ പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിലും സംസ്ഥാനങ്ങൾക്കുള്ള കൂടുതൽ സാമ്പത്തിക സഹായത്തിൻ്റെ മേഖലയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് പോയിട്ടില്ല. അതടുത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് പരിശോധന നല്ല നിലയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ എണ്ണം അടിയന്തരമായി വർദ്ധിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ നല്ല രീതിയിൽ തന്നെ നിലനിർത്തി പോവുക എന്നത് തന്നെയാണ് കാണുന്നത്.
നിയന്ത്രണങ്ങളിൽ കുറവ് വന്നാൽ രോഗവ്യാപന സാധ്യത വർദ്ധിക്കുമെന്നത് തന്നെയാണ് കാണുന്നത്. അതുവെച്ച് നമ്മുടെ ജാഗ്രത ശക്തമായ രീതിയിൽ തുടരേണ്ടതുണ്ട്. വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ ക്വാറന്റൈനുകൾ തുടങ്ങുമെന്ന് നമ്മുടെ അന്വേഷണത്തിന് മറുപടിയായി വിവരം ലഭിക്കുന്നുണ്ട്. യുഎഇയിലെ പ്രവാസികൾക്കായി ക്വാറന്റൈൻ ക്യാമ്പ് ആരംഭിക്കുന്നതിനായി ദുബായ് ഹെൽത്ത് അതോറിറ്റി ബർസാനിൽ ഉൾപ്പെടെ കെട്ടിടങ്ങൾ കണ്ടെത്തി നടപടി തുടരുകയാണ്. ഇത് പ്രവാസി സമൂഹത്തിന് ആശ്വാസമാകും. ദുബായ് ഭരണാധികാരികൾ അഭിനന്ദനാർഹമായ നടപടിയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. യുഎഇയിലെ ഇന്ത്യൻ എംബസി, കോൺസുലേറ്റ് ജനറൽ ഇവരുമായി നോർക്ക റൂട്ട്സ് നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. എല്ലാ സാംസ്കാരിക, സാമൂഹ്യ, സന്നദ്ധ സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും പ്രവാസികൾക്ക് ആവശ്യമായ സഹായം എത്തിക്കുന്നതിന് ശ്രമിക്കണമെന്ന് നേരത്തെ അഭ്യർത്ഥിച്ചതാണ്. ശിവകാശിയിലെ തീപ്പെട്ടി വ്യവസായത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ കേരളത്തിൽ ലഭ്യമാക്കണമെന്ന് വിരുനഗർ എം പി മാണിക്കൻ ടാഗോർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അക്കാര്യം പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. മലയാളി കർഷകരായ ആളുകൾ കർണാടകത്തിൽ പല സ്ഥലങ്ങളിലും ഭൂമി ലീസിനെടുത്ത് ഇഞ്ചിക്കൃഷി നടത്താറുണ്ട്. അത്തരത്തിൽ കൃഷി നടത്തുന്ന കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കർണാടക സർക്കാരുമായി ഈ കാര്യത്തിൽ ചീഫ് സെക്രട്ടറി തലത്തിൽ ചർച്ച ചെയ്യും. വിദേശ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മരുന്നുകൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ വിവിധ കേന്ദ്രങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. മരുന്നുകൾ ഒരു കേന്ദ്രീകൃത പോയിന്റിൽ ശേഖരിച്ച് അയക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സാമൂഹ്യ സന്നദ്ധ സേനയിൽ 2,87,000 വളണ്ടിയർമാർ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 14,251 പാസുകളാണ് മൊബൈൽ ആപ്പുകൾ വഴി നൽകിയത്. ഏകീകൃതമായ രീതിയിൽ മൊബൈൽ ആപ്പ് വഴിയുള്ള തിരിച്ചറിയൽ കാർഡുകൾ എല്ലാ ജില്ലകളിലും നൽകും. മറ്റ് സേവനം ചെയ്യുന്നവരെ പോലെ തന്നെ ഈ വളണ്ടിയർമാരും ഇന്നത്തെ ഘട്ടത്തിൽ വലിയ സേവനമാണ് നിർവഹിക്കുന്നത് എന്ന് മറ്റ് ചുമതലകൾ നിർവഹിക്കുന്നവരെല്ലാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു സാഹചര്യത്തിലും അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന അവസ്ഥ മറ്റ് ഏജൻസികളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. കേരളത്തിലേക്ക് സിഗ്നൽ മെയിൻ്റനൻസിനും മറ്റും വരുന്ന ട്രെയിനുകളിൽ അനധികൃതമായി ആളുകൾ വരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് അങ്ങനെ വന്ന 3 റെയിൽവേ ജീവനക്കാരെ കണ്ടെത്തുകയും ക്വാറന്റൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
ഇത് കണക്കിലെടുത്ത് റെയിൽവേ പോലീസ് അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച സഹായം ലഭിക്കുന്നതിന് ഓൺലൈൻ അപേക്ഷ നൽകാൻ അക്ഷയ സെൻ്ററുകളില്ലാത്തത് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. അക്ഷയ സെൻ്ററുകൾ തുറക്കാമോ എന്ന കാര്യം പരിശോധിക്കും. അണുനാശി ടണലിൻ്റെ അശാസ്ത്രീയത നേരത്തെ പറഞ്ഞിരുന്നു. ചിലയിടങ്ങളിൽ അത്തരം ടണലുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അത് ഒഴിവാക്കണം. അതോടൊപ്പം ശ്രീചിത്ര ഡിസ്ഇൻഫെക്ഷൻ ഗേറ്റ്വേ എന്ന പേരിൽ ശാസ്ത്രീയമായ ഒരു സംവിധാനം വികസിപ്പിച്ചിട്ടുണ്ട്. അതുമായി അശാസ്ത്രീയ ടണലുകളെ താരതമ്യം ചെയ്യാനാവില്ല. ഡൽഹിയിലെ കോവിഡ് രോഗികളെ ചികിത്സിക്കുന്ന മലയാളി നഴ്സുമാർ സാധനങ്ങൾ കടയിൽ വാങ്ങാൻ പോകുമ്പോഴൊക്കെ നേരിടുന്ന ബഹിഷ്കരണത്തിൻ്റെ രീതി ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അത് ഡൽഹി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാൻ ശ്രമിക്കും. സംസ്ഥാനത്തുടനീളം ഖരമാലിന്യം ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ ഇപ്പോഴുണ്ട്. അത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് ആവശ്യമായ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണെന്ന് കണ്ടു. കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന ഘട്ടത്തിൽ ശുദ്ധജല സ്രോതസ്സുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നതായി പരാതിയുണ്ട്. അക്കാര്യത്തിൽ കർക്കശ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിയെ കൊണ്ടുവരുന്ന ലോറികളിൽ നിന്ന് ചത്ത കോഴികളെ കായലിലേക്ക് വലിച്ചെറിയുന്നു എന്ന വാർത്ത ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഇത് സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗൗരവമായി എടുത്ത് അതോടൊപ്പം ജാഗ്രതയോടെ പൊതുജനങ്ങളുടെ ഇടപെടലും ഉണ്ടാവേണ്ടതുണ്ട്. ഇതിനെതിരെയുള്ള നടപടികൾ ശക്തമായി സ്വീകരിക്കണമെന്നാണ് കണ്ടത്. ചെക്ക് പോസ്റ്റുകൾ വഴി വരുന്ന ആളുകളെ എല്ലാ സ്ഥലത്തും പരിശോധിക്കുക എന്നത് തന്നെയാണ് നിലപാട്. ചില സ്ഥലത്ത് ഗൗരവമായ പരിശോധന ഇല്ല എന്ന പരാതി വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഔചിത്യപൂർണമായ നടപടി സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാവണം. റോഡുകളിൽ അലഞ്ഞു തിരിയുന്നവർ, ഭിക്ഷാടനം നടത്തുന്നവർ, ഇവരെയെല്ലാം ചിലയിടത്ത് താമസിപ്പിക്കാനുള്ള നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ അവർ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. ഒന്നിച്ച് താമസിപ്പിക്കുമ്പോൾ മാനസിക അസുഖമുള്ളവരെ മറ്റുള്ളവരുടെ കൂടെ താമസിപ്പിക്കുന്നത് ചില പ്രയാസങ്ങളുണ്ടാക്കും. അപ്പം അത് മനസ്സിലാക്കി ക്രമീകരണം വരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഭയകേന്ദ്രങ്ങളിൽ ഭക്ഷണം മാത്രം നൽകിയാൽ പോരാ എന്നാണ് കണ്ടത്. കുളിക്കാനുള്ള സോപ്പ് ഉൾപ്പെടെ
വിതരണം ചെയ്യാനും ശുചിത്വം ഉറപ്പാക്കാനുമുള്ള ഇടപെടൽ നടത്തേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡ്-19 തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലുമായി 21 ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇങ്ങനെയൊരു സംവിധാനം. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരാണ് ക്യാൻസർ രോഗികൾ. അവർക്ക് കൊറോണ വൈറസ് ബാധിച്ചാൽ വളരെ പെട്ടെന്ന് ഗുരുതരാവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ടാണ് അവരെ അധിക ദൂരം യാത്ര ചെയ്യിക്കാതെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ചികിത്സാ സൗകര്യമൊരുക്കുന്നത്. RCCയുമായി ചേർന്ന് ചികിത്സാ സൗകര്യം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ക്യാൻസർ സെൻ്ററുകളുമായി ചേർന്നുകൊണ്ട് ഈ സൗകര്യം വിപുലീകരിക്കുകയും ചെയ്യും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ സ്റ്റേറ്റ് കാരിയേജ് നികുതി ഒടുക്കേണ്ട തീയതി 2 തവണ സർക്കാർ നീട്ടിക്കൊടുത്തു. അപ്പോൾ അതുപ്രകാരം ഏപ്രിൽ 15-നകമാണ് നികുതി ഒടുക്കേണ്ടിയിരുന്നത്. നിലവിലുള്ള പ്രയാസം കണക്കിലെടുത്ത് ഏപ്രിൽ 30 വരെ നീട്ടി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനുള്ള ലേണേഴ്സ് ലൈസൻസ് എടുത്ത നിരവധി പേരുടെ ലൈസൻസ് കാലാവധി 6 മാസം കഴിയുന്നതിനാൽ വീണ്ടും ലേണേഴ്സ് ലൈസൻസ് എടുക്കേണ്ടി വരുമോ എന്ന ആശങ്ക പലരും ഉന്നയിക്കുകയുണ്ടായി. ഈ കാലയളവ് പുനഃക്രമീകരിക്കാൻ ഗതാഗത വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ്റെയും ജാമിയ മന്നാനിയ സ്ഥാപനങ്ങളുടെയും കീഴിലുള്ള കോളേജുകൾ, സ്കൂളുകൾ, ഓർഫനേജുകൾ, മദ്രസകൾ, ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും ക്വാറന്റൈൻ ആവശ്യങ്ങൾക്കായി വിട്ടു നൽകാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. മുസ്ലിം അസോസിയേഷൻ്റെ കീഴിലുള്ള തിരുവനന്തപുരം ജില്ലയിലെ സ്ഥാപനങ്ങൾ ക്വാറന്റൈൻ ആവശ്യങ്ങൾക്കായി വിട്ടു നൽകും. ലീ ഗ്രാൻഡ് ആദ്യഘട്ടമായി 2000 PPE കിറ്റും 25,000 സർജിക്കൽ മാസ്കും നൽകും. മലപ്പുറം കാളിക്കാവ് സഫ ഹോസ്പിറ്റൽ ക്വാറന്റൈൻ ആവശ്യങ്ങൾക്കായി വിട്ടു നൽകാമെന്ന് ഉടമകൾ അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർക്ക് വിഷു സമ്മാനമായി DYFI 500 PPE കിറ്റുകൾ സംഭാവന നൽകിയിട്ടുണ്ട്. വിഷുദിനത്തിൽ സാമൂഹ്യ അടുക്കളകളിലേക്ക് 1340 ചാക്ക് അരിയും DYFI സംഭാവന നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായത്തിലുള്ള ആദ്യ ഗഡുവായി അദാനി പോർട്ട് 5 കോടി രൂപ നൽകിയിട്ടുണ്ട്. വിഷുക്കൈനീട്ടം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാമോ എന്ന് കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചിരുന്നു. ആവേശകരമായ പ്രതികരണമാണ് ഉണ്ടായത്. പലരും നേരിട്ടും അല്ലാതെയും സംഭാവന നൽകിയ കാര്യം അറിയിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് അമൂല്യമാണ് ആ സംഭാവന.
തങ്ങൾക്ക് ലഭിച്ച കൈനീട്ടം ദുരിതമനുഭവിക്കുന്നവർക്കായി സംഭാവന നൽകിയ ആ സുമനസ്സുകൾ ഈ പ്രതിസന്ധി കാലത്ത് ആത്മധൈര്യമേകുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് SFI സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ച് സമാഹരിച്ച 6,39,527 രൂപ ലഭിച്ചിട്ടുണ്ട്. റമദാൻ മാസത്തിലെ പുണ്യപ്രവൃത്തിയുടെ ഭാഗമായി വിശ്വാസികൾ കരുതുന്ന സക്കാത്ത് ദുരിതമനുഭവിക്കുന്നവർക്കായി നൽകാനാകുമോ എന്ന് ആലോചിക്കണമെന്ന് കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചിരുന്നു. ചിലരിത് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. സിഡ്കോ ചെയർമാൻ നിയാസ് പുളിക്കലത്ത് 1,00,000 രൂപ ഇതിൻ്റെ ഭാഗമായി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. LIC എംപ്ലോയീസ് യൂണിയൻ 1,20,00,000, കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗേൾസ് ഹൈസ്കൂളിലെ സ്കൂൾ അധ്യാപകരും ജീവനക്കാരും 70,49,805 രൂപ. മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ സംഘടനയാണല്ലോ സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ. അവർ 1,00,000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് 2,00,000 രൂപ സംഭാവന നൽകുകയുണ്ടായി. ഇത്തരത്തിൽ ചെറുതും വലുതുമായ സംഭാവനകൾ നിരവധി വരുന്നുണ്ട്. ഇതാണ് പൊതുവെ ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ. കേന്ദ്രത്തിന്റെ ഇളവ് എന്ന് പ്രഖ്യാപിച്ചത് നമ്മൾ പ്രതീക്ഷിച്ച പോലൊരു ഇളവ് ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ നാളെ മന്ത്രിസഭയൊക്കെ ചേരുമ്പോൾ ഈ നിർദ്ദേശങ്ങൾക്കപ്പുറം നമുക്ക് സ്വന്തമായി ചില ഇളവുകൾ കൂടി നൽകാനുള്ള ആലോചനകൾ ഉണ്ടോ നമ്മുടെ ഭാഗത്ത്? ഇന്നത്തെ കാര്യത്തിൽ ഇളവുകളുടെ കാര്യത്തിൽ വലിയ തകരാറുകളുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഘട്ടം ഗൗരവമായി കാണേണ്ടതും നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ശക്തമായി തുടരേണ്ടതുമായ ഘട്ടമാണ്. അപ്പോൾ അതിൽ അന്തർ സംസ്ഥാന യാത്ര, അന്തർജില്ലാ യാത്ര, ജില്ലയിൽ തന്നെയുള്ള യാത്രകൾ, ഇതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള നിരോധനങ്ങൾ തുടരുമെന്ന് പറഞ്ഞത് തുടരേണ്ടത് തന്നെയാണ്. അതോടൊപ്പം തന്നെ സിനിമാ ഹാളുകൾ, ആരാധനാലയങ്ങൾ, ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്നത്, പിന്നെ ആളുകൾ കൂടിച്ചേരുന്ന മറ്റ് പരിപാടികൾ, അങ്ങനെയുള്ള എല്ലാം ഈ ഘട്ടത്തിൽ ഒഴിവാക്കേണ്ടതാണ് എന്ന് പറഞ്ഞതും ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ നിർദ്ദേശിക്കപ്പെട്ട ഇളവുകളിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ഇതാണ് ആലോചിക്കേണ്ടത്. എന്നാൽ ചില കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത വെച്ച് വേണ്ടതായിട്ട് വരും. അതിൽ നമ്മുടേതായ പ്രത്യേകതകൾ വെച്ചുകൊണ്ടെടുത്താൽ, ഇപ്പോൾ നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങൾ, അതിൽ ജൂട്ട് പറയുന്നുണ്ട്. അതുപോലെ കയറ്, കശുവണ്ടി, കൈത്തറി, ബീഡി, ഈ രംഗത്തൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻനിർത്തി നടത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാർഷിക വൃത്തിയെപ്പറ്റി പറയുന്നുണ്ട്. ആ രംഗത്ത് തോട്ടം മേഖലയെപ്പറ്റി പറയുമ്പോൾ അതിൽ ഏലം നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടേണ്ടത് പ്രധാനമാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ അതിൽ വലിയ തടസ്സം വരുമെന്ന് തോന്നുന്നില്ല. അത് അത്തരം ചില കാര്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ടാവും. ഏതായാലും ആ കാര്യങ്ങളൊക്കെ നാളെയാണ് വിശദമായി ചർച്ച ചെയ്യുക. നിരീക്ഷണത്തിലുള്ള എണ്ണം 1,00,000-ൽ താഴെയായി.
ഇത് വലിയൊരു നേട്ടമാണ് സംസ്ഥാനത്തിലുള്ളത്. ആ സമയത്ത് സ്വന്തം നിലയിൽ നമുക്ക് ഇളവ് പ്രഖ്യാപിക്കാനും കഴിയും. പക്ഷെ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനങ്ങൾ സ്വന്തം നിലയിൽ ഇളവുകൾ അനുവദിക്കരുത് എന്നാണ്. ഇത് അപ്പോൾ ഇസിയെ പറഞ്ഞത് എങ്ങനെ ശരിയാവും? അല്ല, ഞാനിപ്പോൾ ഇളവുകൾ പ്രഖ്യാപിക്കുമെന്നല്ല പറഞ്ഞത്. ഈ കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്രം പ്രഖ്യാപിച്ച ഇളവുകൾ മൊത്തത്തിൽ സ്വാഗതാർഹമായ ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ നിലയിൽ അത്രത്തോളമാണ് ചെയ്യാൻ സാധിക്കുക. കാർഷിക രംഗത്ത് ഇളവുകൾ പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വെളിച്ചെണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണം. അത് വെളിച്ചെണ്ണ അവിടെ നിന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലാവില്ല അവർക്ക്. അത് വേണമെന്ന് പറയുന്നതിൽ വേറൊരു പ്രത്യേക ഇളവ് ചോദിക്കലല്ല, ഇവിടുത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് ചെയ്യലാണ്. ഇപ്പോൾ കയറ്, കശുവണ്ടി, കൈത്തറി എന്നൊക്കെ പറയുന്നത് ജൂട്ട് അവിടെ കാണുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടുള്ളതാണ്. അതും നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടതായിട്ട് അത്തരം കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അടിസ്ഥാനപരമായിട്ട് അതിനോട് വിയോജിച്ചുകൊണ്ടുള്ള ഒരു വ്യത്യസ്തയല്ല നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. രോഗിയെ വന്നിട്ടുള്ളൂ. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ റൂട്ട് മാപ്പ് അങ്ങനെയൊന്നും പ്രസിദ്ധീകരിക്കേണ്ട ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഈ സമ്പർക്കത്തിലുള്ളവർ തന്നെ, നമ്മൾ നിരീക്ഷണത്തിലുള്ളവർ മാത്രമേ ഉള്ളൂ സമ്പർക്കത്തിലൂടെ വന്നവരും. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഇത് ഈ ബ്രേക്ക് ദ ചെയിൻ, ഈ ചങ്ങല മുറിച്ചു എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുമോ? കാരണം പുതുതായി ആർക്കും ബാധിക്കുന്നില്ല, നിരീക്ഷണത്തിലുള്ളവർക്ക് തന്നെയാണ്. അപ്പൊ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടപ്പോൾ ഈ ചങ്ങല മുറിച്ചു എന്ന് നമുക്ക് സർക്കാരിന് പ്രഖ്യാപിക്കാൻ കഴിയുമോ? അങ്ങനെ പറയാനും ആശ്വാസം കൊള്ളാനും നമുക്ക് കുറച്ച് നാൾ കൂടി കഴിയണം. നമ്മൾ നല്ല പുരോഗതി നേടിയിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് ഏറ്റവും പ്രധാന കാരണം നമ്മുടെ ജനങ്ങൾ തന്നെയാണ്. എല്ലാവരും ഇത്രയും ദിവസം വീട്ടിൽ അടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് അത് എത്രമാത്രം വിഷമകരമായതാണ് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ എല്ലാ നിയന്ത്രണങ്ങളും ശരിയായ രീതിയിൽ നടപ്പാക്കാൻ നമ്മുടെ ജനങ്ങൾ ഉയർന്ന ബോധം കാണിച്ചിട്ടുണ്ട്. അവരാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട അഭിനന്ദനം അർഹിക്കുന്നവർ. അതോടൊപ്പം നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രവർത്തകരടക്കമുള്ള മറ്റ് വിവിധ ഏജൻസികൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെയെല്ലാം ഫലം നമുക്ക് നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ പൂർണ്ണ ആശ്വാസം കൊള്ളണമെങ്കിൽ ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. ഇപ്പോൾ ഇത് പൂർണ്ണതയായി എന്ന് ധരിച്ച് ഇളവുകളിലേക്ക് നമ്മൾ കടന്നാൽ, നമ്മുടെ നിയന്ത്രണങ്ങൾ വിട്ടുപോയാൽ ഈ രോഗം ഒരു മഹാമാരിയായതുകൊണ്ട് ആ അവസ്ഥ കൈവിട്ടു പോകും. ആ കൈവിട്ടിയ അവസ്ഥ വരാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോഴും കൈവിട്ടിയ അവസ്ഥയിലേക്ക് പോകാം എന്നത് ജാഗ്രതയോടെ കാണേണ്ടതായിട്ടുണ്ട്. രോഗവ്യാപനം വളരെ വ്യാപകമായി തുടരുന്നു എന്ന് പറയുന്ന റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ അതേക്കുറിച്ച് നമ്മുടെ സംസ്ഥാനത്തിന്റെ ആശങ്ക, അല്ലെങ്കിൽ അതിൽ നമ്മുടെ സംസ്ഥാനത്തിന് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും പറയാം? ഇവിടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ സഹോദരങ്ങളുണ്ട്. അതിൽ പല രാജ്യങ്ങളിലും വലിയ തോതിൽ രോഗവ്യാപനം നടക്കുന്നുമുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ചില ഭാഗങ്ങളെടുത്താൽ അവിടങ്ങളിലും നമ്മുടെ സഹോദരങ്ങൾ ജീവിക്കുന്നുണ്ട്. അവിടെയും ചിലയിടങ്ങളിൽ രോഗവ്യാപനം വലിയ തോതിൽ നടക്കുന്നുണ്ട്. അതെല്ലാം അതത് സ്ഥലത്തെ പ്രത്യേകത വെച്ചുകൊണ്ട് അതത് സ്ഥലത്തുള്ള ഗവൺമെൻറ്റുകളും അധികൃതരും നല്ല രീതിയിൽ പരിഹരിക്കുന്നതിൽ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഇടപെടലുകളിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം. അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിൽ നമുക്ക് പെടുത്താം. അതിൻ്റെ ഭാഗമായി നടപടികൾ സ്വീകരിക്കാം. ഗൾഫിൽ എല്ലാ കാലത്തും ഈ സ്വദേശി വിദേശി എന്ന വ്യത്യാസമില്ലാതെ തന്നെ ഇത്തരം കാര്യങ്ങളുടെ നിലപാടുകളാണ് അവർ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് നല്ല പ്രതീക്ഷയോടെ തന്നെ നമുക്കത് കാണാം. ഈ രോഗബാധിതരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഇപ്പം ഈ നേരത്തെ ഒന്ന് ചോദിച്ചതാണ്, ഈ നിരീക്ഷണ കാലയളവ് കഴിഞ്ഞ ആൾക്കാർക്ക് 25ഓളം പേർക്കെങ്കിലും ഈ 14 ദിവസം എന്നുള്ളത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ സംസ്ഥാനത്ത് രോഗബാധിതരായിട്ടുണ്ട്. 14 ദിവസം എന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്നുള്ള അവസാന വിമാനം വന്നത് മാർച്ച് 22. അതിനുശേഷമുള്ള ഈ 14 ദിവസം നോക്കിയാൽ ഏപ്രിൽ 5-ന് 14 ദിവസം കഴിഞ്ഞു. പക്ഷെ ഇന്നലെയും 3 പേർ 5 പേർ ഇന്നലെ വിദേശത്ത് നിന്ന് വന്നവരാണ് രോഗബാധിതരായിട്ടുള്ളത്. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത്, ഈ ജില്ലകളിൽ നിന്ന് പോലും മറ്റൊരു ജില്ലകളിലേക്ക് പോകുന്നവർക്ക് ഇപ്പോൾ പോലീസ് പലരോട് പറയുന്നത് 28 ദിവസം നിങ്ങൾ ഈ ഐസൊലേഷനിൽ കഴിയണം എന്നാണ്. അപ്പോൾ പക്ഷേ സർക്കാർ ഔദ്യോഗികമായി പറഞ്ഞിട്ടുള്ള 14 ദിവസം എന്നുള്ളതാണ്. അതെന്തെങ്കിലും നീട്ടാനുള്ള ആലോചനയുണ്ടോ? ഇതിൽ 14 ദിവസം തന്നെയാണ് ദേശീയ തലത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ 14 ദിവസം തന്നെയാണ് നമ്മൾ ഇവിടെയും നടപ്പാക്കുന്നത്. എന്നാൽ ഹൈ റിസ്ക് ഏരിയയിൽ നിന്ന് വരുന്ന ആളുകൾ അത് 28 ദിവസം വേണ്ടി വരും എന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെ കണ്ടതാണ്.
ഇതുമായി ബന്ധപ്പെട്ട് രോഗവ്യാപനത്തിൻ്റെ പ്രശ്നങ്ങളിൽ അതിൻ്റെ വിദഗ്ധരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കേണ്ടതാണ്. ഈ 14 ദിവസം എന്നതുകൊണ്ട് പൊതുവിൽ നിൽക്കുക എന്നാണ് കാണുന്നത്. അതോടൊപ്പം ഹൈ റിസ്ക് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ കുറച്ച് ദിവസം കൂടി 28 ദിവസം കൂടി ഇരിക്കേണ്ടതായിട്ട് വരും. നമ്മൾ 21 ക്യാൻസർ പ്രത്യേക ആശുപത്രികൾ ആരംഭിച്ചു പറഞ്ഞു. അതെങ്ങനെ ജില്ലാ ആശുപത്രിയോട് അനുബന്ധിച്ചാണോ, അതുപോലെ അവിടെ ഈ RCCയിലെ ഡോക്ടർമാർ വന്ന് ചികിത്സ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ടെലിമെഡിസിൻ ആയിട്ടാണോ ചികിത്സ നൽകുന്നത്? വിവിധ തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മുടെ ജില്ലാ ആശുപത്രികളുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്, നമുക്ക് പല സംവിധാനങ്ങളുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ഫലപ്രദമായി നടത്താൻ പറ്റും. വിശദമായ വാർത്താക്കുറിപ്പിറക്കി. ഇന്നിപ്പോൾ അതിന്റെ കരാറിന്റെ വ്യവസ്ഥകളും കത്തുകളും ഒക്കെ പുറത്തുവിട്ടു. പക്ഷെ ഇപ്പോഴും പ്രതിപക്ഷം പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഇത് മന്ത്രിസഭ ചർച്ച ചെയ്തിട്ടുണ്ടോ? ആരോഗ്യ വകുപ്പിനോട് ചോദിക്കുമ്പോൾ അറിയില്ലെന്ന് പറയുന്നു. തദ്ദേശ വകുപ്പ് മന്ത്രി അറിയില്ലെന്ന് പറയുന്നു. അപ്പോൾ ഒരു കൂട്ടായ ചർച്ച ഉണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ജിയോ ഉണ്ടായിരുന്നോ? IT സെക്രട്ടറി മാത്രം ഒപ്പിട്ട ഒരു കരാർ എന്ന് പറയാമോ എന്നൊക്കെ സംശയങ്ങൾ ഒരുപാട് ഇപ്പോഴും ഉയരുന്നു. ഇത് ഞാൻ ഇന്ന് കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകണ്ട എന്ന് നേരത്തെ ആലോചിച്ചതുമാണ്. എന്നാൽ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നാം കാണേണ്ടത് COVID-19 പ്രതിരോധിക്കുന്നതിന് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും അതിൻ്റെ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തി പ്രവർത്തനം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ പെട്ടെന്ന് വിശകലനം ചെയ്ത് ആവശ്യമായ മുൻകരുതലുകൾ എടുത്തെങ്കിൽ മാത്രമേ രോഗപ്രതിരോധം സാധ്യമാവുകയുള്ളൂ. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ലോകത്ത് ഒരുപാട് പുരോഗതികളുണ്ടായിട്ടുണ്ട്. അപ്പോൾ എവിടെയുള്ള പുരോഗതിയെയും കണ്ടെത്തലുകളെയും ഇതിനായി സർക്കാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ്, ഇമെയിലുകൾ, ഫോൺ കോളുകൾ, ഇങ്ങനെ വിവിധ സ്രോതസ്സുകളിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് വിവര വിശകലനത്തിൽ ഇത്തരത്തിൽ മികച്ച സംവിധാനം നിലവിലുള്ള സ്ഥാപനമാണ് ഇപ്പോൾ പരാമർശിക്കപ്പെടുന്ന സ്പ്രിംഗ്ലർ കമ്പനി. ഈ കമ്പനിയാവട്ടെ മലയാളിയായ രാഗി തോമസ് നടത്തുന്നതുമാണ്. രോഗബാധ സാധ്യതയുള്ളവരുടെ നിരീക്ഷണത്തിനും ഫലപ്രദമായ ഇടപെടലിനും വിവര ക്രോഡീകരണത്തിനും ഇവരുടെ സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. വിവര വിശകലനത്തിനുള്ള സോഫ്റ്റ്വെയർ ഉപയോഗം സംബന്ധിച്ച് വിവാദമുണ്ടായ ആദ്യ ദിവസം തന്നെ ഇത് അനാവശ്യമായ ചർച്ചയാണെന്നും ഒരു വിധത്തിലുള്ള ക്രമക്കേടോ വിവര ചോർച്ചയോ ഉണ്ടാകാതിരിക്കാനുള്ള പൂർണ്ണ ശ്രദ്ധ ഈ സർക്കാരിനുണ്ടെന്നും അറിയിച്ചതാണ്. തുടർന്ന് കഴിഞ്ഞ ദിവസം ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ വിവരങ്ങൾ പൂർണ്ണമായും പൊതുമണ്ഡലത്തിൽ ലഭ്യമാക്കുകയും അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ IT വകുപ്പിനോട് നിർദ്ദേശിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ നിലവിലുണ്ടായിട്ടുള്ള സംശയങ്ങൾ അകറ്റുന്നതിന് സർക്കാർ ഏജൻസിയായ സീഡിറ്റിനോട് ഈ ആവശ്യത്തിനുള്ള ആമസോൺ ക്ലൗഡ് പശ്ചാത്തല സൗകര്യങ്ങൾ എത്രയും പെട്ടെന്നൊരുക്കി പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കാനും വിവരശേഖരണത്തിനും സംഭരണത്തിനും വിശകലനത്തിനും ഉപയോഗിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളും ഈ സൗകര്യത്തിനകത്ത് സീഡിറ്റിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിൽ വിന്യസിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്പ്രിംഗ്ലർ സൗജന്യമായി നൽകുന്ന സാസ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്
ആപ്ലിക്കേഷനും ഈ രീതിയിലാണ് വിന്യസിക്കപ്പെടുക. ഈ സംവിധാനത്തിൽ വ്യക്തിഗത വിവരങ്ങളുടെയും പൂർണ്ണ നിയന്ത്രണവും വിശകലനവും സീഡിറ്റിനായിരിക്കും. ഇതുകൊണ്ട് സാസ് സർവീസ് പ്രൊവൈഡറുടെ ഭാഗത്തു നിന്നുള്ള വിവര ചോർച്ചയ്ക്കുള്ള വിദൂര സാധ്യത പോലും ഇല്ലാതാകും. നിലവിലുള്ള ഓർഡറിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ: ഒന്ന്, സർക്കാർ ഉടമസ്ഥതയിൽ തന്നെയായിരിക്കും വിവരശേഖരം. 2, രാജ്യത്തിനകത്തുള്ള സെർവറുകളിൽ തന്നെ ഡാറ്റ സൂക്ഷിക്കും. 3, ഈ വിവരങ്ങൾ മറ്റൊരു കാര്യത്തിനും ഉപയോഗപ്പെടുത്തുകയില്ല. വിവരം നൽകുന്ന വ്യക്തികൾക്കും അവർ നൽകുന്ന വിവരങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുക എന്നടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യും. മനുഷ്യ സമൂഹം നേരിടുന്ന ഒരു വലിയ വിപത്തിനെ പ്രതിരോധിക്കുന്നതിന് ലോകത്തുള്ള ജനതയുടെ എല്ലാ അറിവുകളെയും ഉപയോഗപ്പെടുത്തേണ്ട ഘട്ടമാണിത്. അതിനുതകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയും ഇതുമായി ബന്ധപ്പെട്ട മരുന്നുകളോ പ്രതിരോധ സംവിധാനങ്ങളോ ഉണ്ടെങ്കിൽ അവയും ഈ മഹാമാരിയെ ഇല്ലാതാക്കി സംസ്ഥാനത്ത് ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ലോകമാകെ യോജിച്ച് നിന്നുകൊണ്ട് പൊരുതുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ഗുണപരമല്ല. ഇക്കാര്യത്തിൽ സർക്കാരിനൊരു ഒളിച്ചുകളിയുമില്ല. സാങ്കേതികമായ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് എന്ത് നിർദ്ദേശമുണ്ടെങ്കിലും അത് സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാണ് താനും. അടിയന്തരമായി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നേരത്തെയുള്ള നടപടിക്രമങ്ങൾ അതേപോലെ നടപ്പിലാക്കണമെന്ന് വാശി പിടിക്കുന്നത് പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കാനേ ഉതകൂ. അത് ജനങ്ങളുടെ ജീവന് പ്രതിസന്ധി സൃഷ്ടിക്കാനും ഇടയാക്കും. ആശയക്കുഴപ്പം സൃഷ്ടിച്ച് നാം സൃഷ്ടിച്ച കൂട്ടായ്മയെ ശക്തിപ്പെടുന്ന ചില കാര്യങ്ങൾ പ്രതിപാദിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആശയക്കുഴപ്പത്തിൽ ആരും കുടുങ്ങിപ്പോകാതിരിക്കണമല്ലോ. ഇപ്പോൾ ഒന്ന്, റേഷൻ കാർഡ് വിവരം ചോർന്നുവെന്ന ആരോപണം. റേഷൻ കാർഡ് സംബന്ധമായ ഒരു വിവരവും സർക്കാരിന് പുറത്തുള്ള ഒരു സ്ഥാപനത്തിനും കൈമാറിയിട്ടില്ല. BPL റേഷൻ കാർഡ് ഉള്ളവരിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത ആൾക്കാർക്ക് ഒരു ധനസഹായം മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. ഇതിനായി BPL റേഷൻ കാർഡ് വിവരവും റേഷൻ കാർഡിൻ്റെ വിവരശേഖരവും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിവരശേഖരവും താരതമ്യം ചെയ്ത് അർഹരായവരെ കണ്ടെത്താൻ ധനവകുപ്പ് IT വകുപ്പിൻ്റെ കീഴിലുള്ള ഗവേഷണ സ്ഥാപനമായ IIITMKയാണ് ചുമതലപ്പെടുത്തിയത്. ഈ പ്രവൃത്തി പൂർത്തീകരിച്ചത് IIITMK തന്നെയാണ്. പുറത്തു നിന്നുള്ള ഒരു കമ്പനിയുടെ സഹായവും ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല. ഒരു ഡാറ്റ കൈമാറ്റവും ഇക്കാര്യത്തിൽ നടന്നിട്ടുമില്ല. മറ്റൊന്ന്, ഡാറ്റ തട്ടിപ്പ് കേസിൽ പ്രതിയായ കമ്പനി എന്ന ആരോപണമാണ്. സാധാരണഗതിയിൽ പ്രമുഖ കമ്പനികൾക്കെതിരെ പല കേസുകളും നിയമ നടപടികളും ഉണ്ടായി എന്ന് വരാം. എല്ലാ പ്രമുഖ കമ്പനികളിലും അതുകൊണ്ട് തന്നെ ശക്തമായ നിയമവിഭാഗവും പ്രവർത്തിക്കുന്നുണ്ട്. ഈ പരാമർശവിധേയമായ കമ്പനിയുടെ നിയമവിഭാഗം
ഒരു കേസ് 2 വർഷം മുൻപ് ഫയൽ ചെയ്തത് നടന്നു വരികയാണെന്നും നിയമപ്രക്രിയ നടക്കുന്നതിനാൽ കൂടുതൽ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താനാവില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. എല്ലാ പ്രമുഖ സ്ഥാപനങ്ങളും, അതിപ്പോൾ ഗൂഗിളായാലും മൈക്രോസോഫ്റ്റ് ആയാലും അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളും പല രീതിയിലുള്ള കേസുകൾ നേരിടുന്നുണ്ട് എന്നത് വസ്തുതയാണ്. പിന്നെ വന്നൊരു കാര്യം, ഇത് സൗജന്യ സേവനമല്ല എന്ന ആരോപണമാണ്. സെപ്റ്റംബർ 24-നാണ് നിലവിലുള്ള കരാർ കഴിയുക. ആ കാലാവധി വരെ സൗജന്യ സേവനമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷം തുടരണമെങ്കിൽ ഫീസ് കമ്പനി അറിയിക്കും. അതോടൊപ്പം സെപ്റ്റംബർ 24 വരെ നൽകേണ്ടി വരുമായിരുന്ന ഫീസും അറിയിക്കും. ഇത് അറിവിലേക്കായി മാത്രമാണ്, തുക നൽകേണ്ടതില്ല. കാലാവധി നീട്ടുകയാണെങ്കിൽ മാത്രം അതിന് ശേഷമുള്ള തുക നൽകേണ്ടതുണ്ട്. അപ്പോൾ ആവശ്യപ്പെടുന്ന തുകയിൽ മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള തുക ഉൾപ്പെടുന്നില്ല എന്നുറപ്പാക്കാനാണ് ഈ ക്രമീകരണം. ഇത് ഒരു സാധാരണഗതിയിലുള്ള നടപടിക്രമമാണ്. സ്പ്രിംഗ്ലർ ഇടപാട് കോവിഡിൻ്റെ മറവിൽ അഴിമതി എന്ന ആരോപണം വന്നിട്ടുണ്ട്. ഇതിൽ സാമ്പത്തികമായുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായോ അല്ലാതെയോ ഉള്ള ഒരു ബാധ്യതയും സർക്കാരിനില്ല. അതുകൊണ്ട് തന്നെ അഴിമതിയുടെ പ്രശ്നം ഉടലെടുക്കുന്നേയില്ല. കരാറിന് ലീഗൽ സാൻഡിറ്റി ഇല്ല എന്നൊരാരോപണം വന്നിട്ടുണ്ട്. ഇതെല്ലാ അർത്ഥത്തിലും നിയമസാധുതയുള്ള കരാറാണ്. അന്താരാഷ്ട്ര കരാറായിട്ടും നിയമവകുപ്പ് പറഞ്ഞിട്ടില്ല എന്നാണ് മറ്റൊരാരോപണം. സർക്കാരിന് ഒരു സാമ്പത്തിക ബാധ്യതയും ഇല്ലാത്തതുകൊണ്ട് സാധാരണ നിലക്ക് നിയമവകുപ്പ് കണ്ടിട്ടില്ല എന്നതാണ് വസ്തുത. ഇതിൽ വ്യക്തതയാണ് ആവശ്യമെങ്കിൽ വ്യക്തമാക്കാനുള്ളത്. ഇന്നത്തെ ഈ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അത് സ്വീകരിച്ചു. പക്ഷേ ഈ നമ്മളിപ്പോൾ ഈ സ്പ്രിംഗ്ലറുമായിട്ടുള്ള കരാറുകൾ അവസാനിപ്പിക്കുകയാണോ? അതായത് അവരുടെ സെർവറുകളെല്ലാം സീഡിറ്റിന്റെ ക്ലൗഡിലേക്ക് അല്ലെങ്കിൽ സീഡിറ്റ് നിർദ്ദേശിക്കുന്ന ബദൽ മാർഗത്തിലേക്ക് മാറ്റുകയാണോ ചെയ്യുന്നത് എന്ന ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, എങ്ങനെയാണ് നമ്മളുടെ അന്വേഷണം ഈ സ്പ്രിംഗ്ലറിലേക്ക് എത്തിയത്? അതിനെപ്പറ്റിയും ഈ പ്രതിപക്ഷത്തിന്റെ സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അല്ല, സംശയിക്കുന്നവർക്ക് എന്തും സംശയിക്കാമല്ലോ, അതിന് ഞാനെന്ത് പറയാനാണ്? ഇതിൽ വ്യക്തമായി വന്നൊരു കാര്യമാണ്, അദ്ദേഹം ആ സ്ഥാപനത്തിൻ്റെ ഉടമ ഒരു മലയാളിയാണ്, പ്രശസ്തമായൊരു സ്ഥാപനമാണ്. കേരളീയനായ ഒരാൾ കേരളത്തിന് വേണ്ടി ഒരു സേവനം നൽകാൻ തയ്യാറാകുന്നു. ആ കാര്യം ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു. അത് സ്വീകരിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല, നമുക്ക് മറ്റ് ബാധ്യതയില്ല. എന്നാൽ അതേസമയം തന്നെ ആവശ്യമായ ജാഗ്രതയും മുൻകരുതലുമെല്ലാം നമ്മളവിടെ സ്വീകരിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സീഡിറ്റും മറ്റും ഇതിൻ്റെ എല്ലാ രേഖകളും സൂക്ഷിക്കുമെന്ന നില വന്നിട്ടുള്ളത്. ഈ ഡേറ്റയുടെ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ നേരത്തെ കമ്പനി തന്നെ നൽകിയ ഉറപ്പ് ഇന്ത്യയുടെ ജോഗ്രാഫിക്കൽ അതിർത്തിയിൽ തന്നെ ഇത് സൂക്ഷിക്കുമെന്നാണ് നമ്മൾ നൽകുന്ന വിവരങ്ങൾ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ സീഡിറ്റിനെ ഏൽപ്പിക്കുന്നത്? ഈ ഒരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണോ അതോ ഒരു കരുതൽ നൽകാണോ? അല്ല, ഇതിൽ സാധാരണഗതിയിൽ സീഡിറ്റ് ഇവിടെ പൊതുമേഖലാ സ്ഥാപനം എന്ന നിലക്കുണ്ട്. അവരിതിൻ്റെ മറ്റു കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണ്. അതാണ് വസ്തുത. പ്രതിപക്ഷം ഇത് ഉന്നയിക്കുന്നതിന് മുമ്പ് ഇത്രമാത്രം പ്രശ്നമുള്ള ഒരു സംഭവമാണിതെന്ന് CM-ന് തോന്നിയിട്ടുണ്ടോ? ഇക്കാര്യത്തില് CM ജാഗ്രത കുറവ് വ്യക്തിപരമായിട്ട് കൂടി ഉണ്ടായിട്ടുണ്ടെന്നാണ് ഒരു വിലയിരുത്തൽ. കാരണം ഈ പാർട്ടിയുടെ മുന്നണിയുടെ നയത്തിന് പോലും വിരുദ്ധമായിട്ടാണ് ഇത്ര ഒരു കമ്പനിയുടെ കാര്യങ്ങൾ ഒരു വ്യക്തതയില്ലാതെ മുന്നോട്ട് പോയത്. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതിലൊരു വ്യക്തത കുറവുമില്ല, നല്ല വ്യക്തതയോടെ തന്നെയാണ് ഇതിനെ സമീപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഉണ്ടാകേണ്ടതില്ല. ഏതിൻ്റെ പിന്നിലും മറ്റെന്തെങ്കിലും കണ്ടെത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ചില പ്രശ്നങ്ങൾ മാത്രമാണ്. അത്രയും അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. സ്വകാര്യത സംബന്ധിച്ചുള്ള കൂടുതൽ ഉറപ്പുകളൊക്കെ ഈ കരാറിനേക്കാൾ കൂടുതൽ ഈ ആരോപണം വന്ന 10-ാം തീയതിക്ക് ശേഷം 11-നും 12-നും അവരയച്ച കത്തിലാണുള്ളത് മറുപടി. അപ്പം ആ ഒരു ജാഗ്രത നമുക്ക് നേരത്തെ ഇല്ലാതെ പോയതോ അതോ വിവാദം വന്നതിന് ശേഷം പിന്നീട് ആഡ് ചെയ്തതാണോ? അങ്ങനെയും ഒരു വാദമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നേരത്തെ അവരുമായി വ്യക്തതയുള്ളതാണ്. ഒരു തർക്കവും ആ കാര്യത്തിലുള്ളതല്ല. ഈ വിവാദം ഉണ്ടായപ്പോൾ
വിവാദമായതിനു ശേഷം അത് നീക്കം ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിന് പിന്നിൽ എന്തോ താല്പര്യമുള്ളതായിട്ട് CM തോന്നുന്നില്ലേ? നമ്മുടെ നാട്ടിൽ ഈ കുരുട്ടു ബുദ്ധികൾ വലിയ തോതിലുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ചില വാർത്തകൾ നേരത്തെ വന്നു എന്നുള്ളത് വസ്തുതയാണ്. ഈ IT സെക്രട്ടറി എന്തോ ഇതിനകത്ത് പോയിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു. അദ്ദേഹത്തോട് കേരളത്തിൽ നടന്ന ദുരന്തങ്ങളെപ്പറ്റി ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുകയാണ്. അതിൽ നമ്മുടെ നേരത്തെ നേരിട്ട എല്ലാ ദുരന്തങ്ങളെപ്പറ്റിയും പറയുന്നുണ്ട്. 2018 നമ്മുടെ മഹാപ്രളയത്തെപ്പറ്റി പറയുന്നുണ്ട്, പിന്നീട് വന്ന പ്രകൃതിക്ഷോഭത്തെപ്പറ്റി പറയുന്നുണ്ട്, നിപ്പയെപ്പറ്റി പറയുന്നുണ്ട്, ഓക്കിയെപ്പറ്റി പറയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം തുടർച്ചയായിട്ട് വന്നിട്ടുള്ള ഈ ദുരന്തത്തെപ്പറ്റിയും പറയാൻ. അത്തരമൊരു കാര്യം ഏത് ഉദ്യോഗസ്ഥനായാലും ചോദിച്ചാൽ പറയില്ലേ? ആ ചോദിച്ചാൽ പറയുന്നതിൽ എന്താണ് തെറ്റ്? അതൊരു അഭിനയമാണോ? ഏതെങ്കിലും തരത്തിലുള്ള അഭിനയമായിട്ടാണോ അതിനെ കാണേണ്ടത്? നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഏതൊരാളും ഇത്തരം കാര്യങ്ങളോട് സ്വാഭാവികമായി പ്രതികരിക്കില്ലേ? ആ പ്രതികരണമായിട്ടല്ലേ അതിനെ കാണേണ്ടത്? അത് നീക്കം ചെയ്തവരോട് ചോദിക്കണം, എന്നോടല്ല ചോദിക്കണം. നീക്കം ചെയ്തവരോട് ചോദിക്കണം. അത് എന്തുകൊണ്ടാണ്? ഞാൻ ആ വന്ന കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത്. വന്നതിനെ പറ്റിയാണ് നേരത്തെ ആക്ഷേപം ഉണ്ടായത്. ആ ആക്ഷേപത്തിന് എന്താണ് അടിസ്ഥാനം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കണ്ടയാൾ അത്തരം ഒരാക്ഷേപം ഉന്നയിക്കാൻ പറ്റുമോ സാധാരണ നിലക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഏതൊരാളും പറയാൻ ബാധ്യതപ്പെട്ടൊരു കാര്യം അതൊരാൾ പറഞ്ഞാൽ അതെങ്ങനെയാണ് അഭിനയമാവുക? അങ്ങനെയാണോ കാര്യങ്ങൾ കാണേണ്ടത്? പിന്നെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിച്ച് അവരെ തേജോവധം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണോ വേണ്ടത്? അതാണോ നമ്മുടെ നാട്ടിന് നല്ലത്? ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം. ഇത് സാധാരണ നിലക്ക് അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പ്രത്യേക അനുമതിയുടെ പ്രശ്നം വരുന്നില്ല. അത് പോട്ടെ, ശരി. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ പോലീസിൽ പരാതി കൊടുത്തു. കുട്ടിയുടെ മൊഴി ഒരു 3-4 തവണ പോലീസ് എടുത്തു. പക്ഷെ അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇന്ന് മാത്രമാണ് തയ്യാറായത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച തന്നെയല്ലേ സീമ ഉണ്ടായിട്ടുള്ളത്? അല്ല, അയാളെ പേരിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് എന്നാണ് വസ്തുത. അത് മറ്റു കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കട്ടെ. എന്താണെന്ന് കുട്ടിയുടെ മൊഴി 3-4 തവണ എടുക്കുകയും ചെയ്തു. പക്ഷേ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോലീസ് കടന്നതുമില്ല. അല്ല, ആ കേസ് എടുത്തിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ നടക്കുകയായിരുന്നു. അയാളെ ഒളിപ്പിക്കാൻ ചിലർ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അയാൾ ഒളിവിൽ പോയിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് വന്നിട്ടുള്ളത്. അതാണ് നാം കാണേണ്ടത്. അല്ല, ഞാൻ കാണുന്നത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞതിൽ രാഷ്ട്രീയമില്ല. എല്ലാവരും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടല്ല ഇതിനെ കാണേണ്ടത്. പക്ഷേ രാഷ്ട്രീയമുള്ള പലരും ഇതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പല സംഘടനകളുടെയും പേര്. അതിൽ പിന്നെ KMCC ചെയ്ത കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ പിന്നെ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ കാണുകയല്ലേ. അതേപോലെ പിന്നെ TN പ്രതാപൻ സംഭാവന ചെയ്ത കാര്യം ഞാനിവിടെ പറഞ്ഞില്ലേ. ഹൈബിയുടെ സംഭാവന നൽകിയ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ശശി തരൂർ സംഭാവന നൽകിയ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഇനി KM ഷാജി ഇന്നലെ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടില്ലേ? അത് ശ്രദ്ധയപ്പെട്ടിനോ? നിങ്ങളോടാ ഞാൻ ചോദിക്കുന്നത്. KM ഷാജി പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? എന്താ പറഞ്ഞത്? അല്ല, എന്താ പറഞ്ഞത്? അല്ല, എന്താ KM ഷാജി എന്താ പറഞ്ഞത്? ഞാൻ പറയാം. എന്നാൽ
മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പത്രസമ്മേളനം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടിയന്തരമായും മഹല്ല് കമ്മിറ്റികൾ ചേർന്ന് ഈ വർഷത്തെ സക്കാത്ത് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് നൽകാൻ നിർദ്ദേശം നൽകേണ്ടതാണ്. പ്രത്യേകിച്ച് അടുത്തു തന്നെ ഷുക്കൂർ കേസിൽ വിധി വരാനിടയുണ്ട്. CBIക്ക് കേസ് വിട്ടുകൊടുക്കാതെ നമ്മുടെ ജയരാജനെയും രാജേഷിനെയുമൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കണമെങ്കിൽ നല്ല ഫീസ് കൊടുത്ത് വക്കീലിനെ വെക്കാനുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നേരത്തെ നിങ്ങൾ പ്രളയകാലത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഫണ്ടുണ്ടായതുകൊണ്ട് ഷുക്കൂർ, കൃപേഷ്, ശരത് ലാൽ, ഷുഹൈബ് കേസിൽ നമ്മുടെ സഖാക്കൾക്ക് വേണ്ടി മുന്തിയ വക്കീലന്മാരെ വലിയ ഫീസ് കൊടുത്ത് വെക്കാൻ നമുക്ക് പറ്റി. അതുകൊണ്ട് സക്കാത്ത് മാത്രമല്ല, വിഷു കൈനീട്ടം കൂടി കൈനീട്ടി സർക്കാർ ഫണ്ടിലേക്ക് തരണം. മുഖ്യമന്ത്രിക്ക് ഈ പൈസയൊക്കെ കൊടുക്കുമ്പോൾ ഉദ്ധരണി എല്ലാം നമുക്ക് വേണ്ടിയാണല്ലോ ഈശ്വര, ഉദ്ധരണി അവസാനിച്ചു എന്ന ആശ്വാസത്തോടെ വേണം എല്ലാവരും കൊടുക്കാൻ. ഇത് ഒരു പൊതുപ്രവർത്തകനിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യമാണോ? നമ്മുടെ സംസ്ഥാനത്ത് MLA ആയിരിക്കുന്ന ഒരാളിൽ നിന്ന് ഇത്തരമൊരു വാചകം വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുമോ? എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഈ KM ഷാജി എന്ന MLA ആയിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടുമെന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്? ഇവിടെ KM ഷാജിയുടെ പാർട്ടി പൂർണ്ണമായിട്ട് ഈ കാര്യത്തിൽ സഹകരിച്ച് നിൽക്കുകയാണ്. എല്ലാ തരത്തിലും ഗവൺമെൻറ് നടക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കുകയാണ്. ഇന്നലെ പോലും സംസ്ഥാനത്താകെയുള്ള ആംബുലൻസുകളുടെ എണ്ണം അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയിച്ചിരിക്കുകയാണ്. ഞാനതെല്ലാ ജില്ലാ കളക്ടർമാർക്കെയും അറിയിക്കാൻ വേണ്ടി വിവരം കൊടുത്തിരിക്കുകയാണ്. കാരണം ആംബുലൻസുകളെല്ലാം അവർക്ക് ഉപയോഗിക്കാം ഇതിനു വേണ്ടി. ഇത്തരമൊരു ഘട്ടത്തിൽ ഇതുപോലൊരു കാര്യം ശുദ്ധ നുണ. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നാണോ വക്കീലിന് ഫീസ് കൊടുക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ അതിൻ്റെ കാര്യങ്ങൾ? എന്തിനാണ് അങ്ങനെയൊരു നുണ അവതരിപ്പിക്കുന്നത്? എന്തിനാണ് പാവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത്? പാവപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ സാങ്കേതിക കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, എങ്ങനെയാണ് വക്കീലിന് ഫീസ് കൊടുക്കുന്നത്, ഇതൊന്നും അറിയാത്ത കുറേ ആളുകളുണ്ട്. അവരെ തെറ്റിദ്ധരിപ്പിക്കാനല്ലേ? അറിയുന്നവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെയുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ വേണ്ടത്? അതല്ലേ ഇതിലുണ്ടായിട്ടുള്ളത്? ഇതുപോലൊരു നിലപാട് എന്തുകൊണ്ട് അദ്ദേഹം എടുത്തു എന്നത് ഗൗരവമായി അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ ഇങ്ങനെയൊരു നിലപാടാണോ എടുക്കേണ്ടത്? അപ്പോൾ അതുപോലുള്ള ചില സമീപനങ്ങളുണ്ട്. ചില വികൃത മനസ്സുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അതാണ് പൊതുസമൂഹം എന്ന് കാണുന്നത്. അതാണ് നാട് എന്ന് തെറ്റിദ്ധരിക്കരുത്. നാടാകെ ഈ പ്രതിരോധത്തിൽ ഒന്നിച്ചു നിൽക്കുകയാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ചിലർ ഒറ്റപ്പെട്ട രീതിയിൽ എന്തെങ്കിലും ഗോഗ ശബ്ദം ഉണ്ടാക്കിയാൽ അതാണ് ഏറ്റവും വലിയ ശബ്ദമെന്നും നമ്മൾ കാണേണ്ടതായിട്ടില്ല. നമുക്കിതിനെ ഒന്നിച്ച് തന്നെ നേരിടാൻ കഴിയും, ഒന്നിച്ച് തന്നെ ഇതിനെ അതിജീവിക്കാനും കഴിയും. അതുമാത്രമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ബാക്കി നമുക്ക് നാളെ പറയാം. അതൊക്കെ നാളെ